ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റോടുമായുള്ളവയെ ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ദൈവം പർവ്വതങ്ങളെ നീക്കിക്കളയുന്ന ദൈവമാണ്, കുന്നുകളെ മാറ്റിക്കളയുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ കുന്നുകളായിട്ടും പർവ്വതങ്ങളായിട്ടും നിൽക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ആശയക്കുഴപ്പത്തിൻ്റെ പർവ്വതം, നിരാശയുടെ പർവ്വതം, രോഗിയായിരിക്കുന്ന പർവ്വതം, കടബാധ്യതകളായിരിക്കുന്ന പർവ്വതം, ഒറ്റപ്പെടലിൻ്റെ പർവ്വതം, തള്ളിക്കളലിൻ്റെ പർവ്വതം. എന്നാൽ ദൈവം പറയാണ്, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. നീ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളെ പോലെ ഇരുന്നാലും, നീ അറ്റവളായിട്ട് ഇരുന്നാലും, കർത്താവ് പറയുകയാണ്, ഞാനത് നീക്കുന്ന ദൈവമാണ്, ഞാനത് മാറ്റുന്ന ദൈവമാണ്. തിരുവഴുത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കൊടുങ്കാറ്റുകളെ അടിച്ചു, എത്രമാത്രം തകർച്ചയിലൂടെ അവൻ കടന്നുപോയി, എത്രമാത്രം കഷ്ടതയിലൂടെ അവൻ കടന്നുപോയി, എത്രയോ രോഗിയായിട്ട് അവൻ കടന്നുപോയി, എത്രയോ ഒറ്റപ്പെടലിലൂടെ അവൻ കടന്നുപോയി. എന്നാൽ ദൈവം പിന്നീട് അവൻ്റെ പർവ്വതങ്ങളെ മാറ്റി അവനുണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ മുൻകാലത്തേക്കാൾ ദൈവം അവൻ്റെ പിൻകാലത്തെ അധികമായിട്ട് അനുഗ്രഹിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേഫിൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കുക. തള്ളിക്കളലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നീണ്ട വർഷങ്ങൾ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. എന്നാൽ അവനെ ദൈവം ഏറ്റവും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എസ്തേറിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. തിരുവഴുത്തിലെ ഓരോ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. എങ്കിൽ പിന്നീട് ദൈവം അവർക്ക് ഏറ്റവും മഹത്വകരമായ ഒരു ജീവിതം കൊടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ ദൈവമക്കളെ, നിരാശപ്പെടാതിരിക്കുക. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, കർത്താവിൻ്റെ ദയ മാറുകയില്ല.